പച്ചക്കറിക്കൊക്കെ എത്ര വില കൂടിയാലും നമ്മൾ കുഴങ്ങൂല കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചിലവ് കുറഞ്ഞിട്ടൊരു കറി എങ്ങനെ വെക്കാം. ഇപ്പോൾ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ. വെണ്ടക്ക 100 റുപ്യ ഒരു കിലോന്, തക്കാളി 80 റുപ്യ ഒരു കിലോന്. അപ്പോൾ പച്ചമുളക് വേണം, നമുക്ക് ഒരു 4-5 പച്ചമുളക് വേണം. അപ്പോൾ അതിന് പച്ചമുളക് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലാവശ്യമായ പച്ചമുളക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 4-5 പച്ചമുളക് എടുക്കുകയാണ്. പിന്നെ ആകെ കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഓമരപ്പുഴുക്കളുണ്ടേ. അപ്പോൾ അത് പേടിയാണ്. അപ്പോൾ വെയിൽ വന്നിട്ട് വേണം ഒന്ന് വൃത്തിയാക്കാൻ, മഴ കാരണേ. അപ്പോൾ ആ കാണണമൊക്കെ പച്ചമുളക് തന്നെ കേട്ടോ. അതിൽ പച്ചമുളക് എല്ലാം ഉണ്ട്, കാട് പിടിച്ച് കിടക്കാമെന്ന് മാത്രം. പിന്നെ കാന്താരി ഉണ്ട്, ചീനമുളക് അറിയില്ലേ, കാന്താരി ഉണ്ട്. പിന്നെ അതുപോലെ ഇതറിഞ്ഞില്ല നമ്മൾ, തക്കാളിക്ക് വില കൂടുന്നെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 തക്കാളി തൈ വെച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ വെണ്ട നല്ലോണം ഉണ്ടാക്കുന്നതാണ് വെണ്ട. ഇപ്രാവശ്യം വെണ്ട ഉണ്ടാക്കിയില്ല. അപ്പോൾ നോക്കുമ്പോൾ അതിന് ഭയങ്കര വില. ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം കേട്ടോ. കറി വെക്കാൻ ഒരുങ്ങാണ്. പിന്നെ നമ്മുടെ ഉമ്മാമ്മമാരും ഉമ്മമാരും ഒക്കെ പഠിപ്പിച്ച് തന്ന പണ്ടത്തെ കറി, കഞ്ഞിയുടെ വെള്ളം കൊണ്ടൊരു കറി. അതിന് നമുക്ക് പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ള കറിയാണ് കേട്ടോ. പച്ചമുളക് ചിലവർ ഇതിൽ ചെറിയ ഉള്ളി ചേർക്കും, മൂപ്പിച്ച് ചേർക്കും. ചിലവർ പിന്നെ ഈ ഉണക്കമീൻ പൊരിച്ചിട്ട് അത് മുറിച്ചിടും. ചിലവർ പപ്പടം പൊരിച്ചിട്ട് അത് മുറിച്ചിടും. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. നമുക്ക് പിന്നെ ഈ പച്ചമുളക് വാട്ടിയിട്ടുള്ള കറിയാണ് ഇഷ്ടം. അപ്പോൾ അതിന് സ്റ്റവ് കത്തിക്കുക, എന്നിട്ട് ചട്ടി വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ മതി കേട്ടോ. നമ്മളെ മുളക് വാടാൻ വേണ്ടി മാത്രം. കൂടുതൽ എണ്ണയായാൽ അതൊരു ചൊയവ് ഉണ്ടാവും. എണ്ണ ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം, പക്ഷെ 1 ടീസ്പൂണ് മതി. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ നല്ല ബ്രൗൺ കളറ് വരെ ഒന്ന് വാട്ടി കൊടുക്കുക. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ അത് അങ്ങനെ കളറ് വരും. ഈ കഞ്ഞിയുടെ വെള്ളം കറി കൊണ്ടാണോ നീ വന്നിരിക്കണതെന്ന് ചോദിക്കണ്ട കേട്ടോ. കഞ്ഞിയുടെ വെള്ളം കറി നമ്മൾ മലപ്പുറം അതുപോലെ പാലക്കാട് ജില്ല കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഈ കഞ്ഞിയുടെ വെള്ളം കറി ഉള്ളത്. പിന്നെ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തേക്കൊന്നും ഈ കഞ്ഞിയുടെ വെള്ളം കറി ഇല്ല. അതുപോലെ കാസർഗോഡ് തുവര വെള്ളം എന്ന് പറഞ്ഞിട്ടൊരു കറിയുണ്ട്. നമ്മളെ പണ്ടത്തെ തുവരല്ല, അതൊരു സൈസ് ഒരു പരിപ്പ് പോലത്തെ ഒരു തുവരയാണ്. ആ തുവര അവർ അതിൽ മസാല കൂടുതലൊന്നും ഇടൂല. തുവര വെള്ളമാക്കിയിട്ട് ചോറിനൊക്കെ കൂട്ടുന്നൊരു കറിയാണ്. നമ്മൾ കഞ്ഞിയുടെ വെള്ളം എന്ന് പറയുന്നതിന് പകരം അവർ തുവര വെള്ളം എന്ന് പറയും. അതാണ് അവിടുത്തെ കറി. ഒന്നും കിട്ടിയില്ലെങ്കിൽ വെക്കുന്ന കറി. നമ്മളിപ്പോൾ റമദാനക്കൊക്കെ നമുക്ക് ഈ കറി ഭയങ്കര ഇതല്ലേ, രസമല്ലേ. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ റമദാനക്ക് അത്താഴത്തിന് ചോറ് വയ്ക്കുമ്പോണ്ടല്ലോ ഈ കറിയൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇതാണ്. ഇതിലേക്ക് നമ്മളെ കുറച്ച് ചമ്മന്തി, പിന്നെ അതുപോലെ കാന്താരി കൊണ്ട് അരച്ച ചമ്മന്തി, പിന്നെ അതുപോലെ ഉണക്കമീൻ, അതെല്ലാം കൂട്ടി കഴിച്ചാൽ എന്താ രസം എന്നറിയാം. ചിക്കനൊക്കെ അപ്പുറത്ത് പോയിരിക്കും. നമ്മൾ തക്കാളിക്കും ഇതിനൊക്കെ വില കൂടിയാലേ അത് പോയി മേടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വളപ്പിൽ എന്താ ഉള്ളത് അതെടുത്ത് കറി വെക്കുക. അപ്പോൾ ആരെന്ത് വില കൂട്ടിയാലും നമുക്കിവിടെ ഒരു പ്രശ്നമില്ല. അത് ഇനി മുളക് വാടി കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് മതി, നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ മുക്കി രസം കഴിക്കൂലേ, അതുപോലെയൊക്കെ അങ്ങനെ മുക്കി കുടിക്കാനും നല്ലതാട്ടോ. അപ്പോൾ ഈ കഞ്ഞിയുടെ വെള്ളം കറി എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ കാണിച്ചു തന്നൊരു കറിയാണിത്. അത് മറക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ അതൊക്കെ ഓർമ്മ വരും, പണ്ടത്തെ കാലത്തിലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് എത്തുമോയെന്ന് സംശയം, ഇങ്ങനെ വില കൂടിയാൽ പച്ചക്കറിക്കും. ഇനി ചേമ്പും തണ്ടുണ്ട്. ചേമ്പും തണ്ട് നമ്മുടെ വളപ്പിലുണ്ടാവും. ഇവിടെ ഉണ്ട് കേട്ടോ. ചേമ്പും തണ്ടും കപ്പയും കൂടെ ഒന്ന് വെച്ച് നോക്കി. എന്തിനാ വേറെ ഇറച്ചി മീനൊക്കെ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഈ കഞ്ഞിയുടെ വെള്ളത്തിലുണ്ടല്ലോ,
നമ്മൾ മുരിങ്ങ പിന്നെ മുരിങ്ങയുടെ ഇലയിട്ടാൽ അത് മുരിങ്ങക്കറിയായി. എൻ്റെ സുഹൃത്തുക്കൾ കണ്ണൂർ കാസർഗോഡൊക്കെ ഉണ്ടായി, അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവിടെ ഇല്ല. പിന്നെ ഈ കഞ്ഞിയുടെ വെള്ളവും കറിയും അതുപോലെ പുളിഞ്ചാറ്, നമ്മൾ ഈ പുളിഞ്ചാറ് എന്നൊക്കെ പറയൂലേ, അത് അവിടെയൊന്നും ഇല്ല. അവർക്ക് അതൊക്കെ കാണുമ്പോൾ അത്ഭുത. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ കറി ചെയ്യുന്നത്. പിന്നെ ഇനി കറിയിൽ നമ്മൾ ചീര ഉണ്ടല്ലോ, ആ ചീര പിന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത ചീരക്കറിയായി. അതുപോലെ കാന്താരി ചീനമുളകിൻ്റെ ഇല കറി വെച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അത് ഉള്ളി മൂപ്പിച്ചിട്ട് വേണം അത് വാട്ടിയെടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല രുചിയുള്ള കറിയാവും. നമ്മൾ എന്തിനാ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണതും? ഇതെല്ലാം നമ്മുടെ തടിക്ക് വിറ്റാമിൻ കിട്ടുന്ന സാധനമാണ്. കഞ്ഞിൻ്റെ വെള്ളത്തിൽ ചോറ് നമ്മൾ ചണ്ടിയല്ലേ തിന്നുന്നത്, അതിൻ്റെ ചണ്ടിയാണല്ലോ നമ്മൾ തിന്നുന്നത്. ഇതിലല്ലേ എല്ലാ സത്തും അടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തിളച്ചിട്ടോ, നല്ലോണം വേവണം ഒന്ന് പച്ചമുളക്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. നമ്മൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് കറി വെക്കുന്നത്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ എല്ലാവരും ചോറ് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ അടുത്തേക്ക് വരൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. ഇനി വേറൊരു കറി കൊണ്ട് വരുന്നത് വരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.